പശ്ചിമ ബംഗാളിൽ പടുകൂറ്റൻ റാലി സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ. സംസ്ഥാനത്ത് നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള CPMന്റെ പരിശ്രമങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലായിരുന്നു ഡിവൈഎഫ്ഐ റാലിയിലെ യുവജന പങ്കാളിത്തം. കൊൽക്കത്തയിലെ ബി-ഗ്രേഡ് മൈതാനത്തേക്ക് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ നടത്തിവന്ന ഇൻസാഫ് യാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് സംഘടന പടുകൂറ്റൻ റാലി സംഘടിപ്പിച്ചത്. ബംഗാളിൽ മമതയ്ക്കും BJPക്കും എതിരായ പോരാട്ടം ബി-ഗ്രേഡിൽ നിന്ന് തുടങ്ങുകയാണെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM നേടിയ ജയങ്ങൾ ട്രെയിലർ മാത്രമാണ്. യഥാർത്ഥ സിനിമ വരാൻ പോകുന്നതേയുള്ളൂ. ഈ പോരാട്ടത്തിൽ ജാതിയോ മതമോ അല്ല വിഷയം. പശ്ചിമ ബംഗാളിനെ മണിപ്പൂരോ ഉത്തർപ്രദേശോ ആക്കാൻ അനുവദിക്കില്ല. മമതാ ബാനർജിക്ക് ബംഗാളിൻ്റെ കാര്യത്തിലല്ല, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിലാണ് ശ്രദ്ധയെന്നും മുഹമ്മദ് സലീം പറഞ്ഞു. നീതിയാത്ര സമാപിച്ചെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി തുടരുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷ മീനാക്ഷി മുഖർജി പറഞ്ഞു. ഇടതുപക്ഷം പൂജ്യമാണെന്ന് പരിഹസിക്കുന്നവർ സത്യത്തിൽ അതിനെ ഭയക്കുകയാണ്. വർഷങ്ങളായി കാത്തിരുന്നിട്ടും ജോലി കിട്ടാതെ സ്വന്തം മുടിമുറിച്ച് പ്രതിഷേധിച്ച പെൺകുട്ടിയെപ്പോലുള്ളവരുടെ ഒപ്പം നിന്ന് നീതിക്ക് വേണ്ടി പോരാടുമെന്നും മീനാക്ഷി പറഞ്ഞു.